ഞാൻ തഫ്സീർ എഴുതണമെങ്കിൽ പ്രിന്റ് ചെയ്യുന്ന പ്രസ് മുഴുവനായും കഴുകിയിരിക്കണം. തഫ്സീർ എഴുതണമെന്ന ആവശ്യവുമായി വന്ന ശിഷ്യൻ ആ നിബന്ധനയുടെ മുമ്പിൽ അമ്പരക്കുകയാണ്. അങ്ങനെയുള്ള പ്രസ് എവിടെയാണ് ഉണ്ടാവുക എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ടവർ രണ്ടാമത്തെ നിബന്ധന മുന്നോട്ട് വെക്കുന്നത്. അതെ, തഫ്സീർ പ്രിന്റ് ചെയ്യുന്നവർ പൂർണ്ണമായും സുന്നികളായിരിക്കണം. നിസ്കരിക്കാത്തവരോ അംഗശുദ്ധി വരുത്താത്തവരോ പ്രിന്റ് ചെയ്യാൻ നിൽക്കരുത്. മാത്രമല്ല, പ്രിന്റിങ്ങിന് ശേഷം പ്രസ് കഴുകിയ വെള്ളം മുഴുവനും അഴുക്കുചാലിലോ മറ്റോ ഒഴുക്കാതെ ഒഴുകുന്ന നല്ല തെളിഞ്ഞ നദിയിൽ കൊണ്ട് ഒഴുക്കണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. അതെ, അത്രയും വലിയ സൂക്ഷ്മതയുടെ മഹാനായ ഇമാമെ അഹ്ലുസുന്ന അഹമ്മദ് റസാ ഖാൻ ബറൈൽവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അവരെ പറ്റി 25ഓളം യൂണിവേഴ്സിറ്റികൾ 250-ൽ പരം പഠനങ്ങൾ നടത്തി തിസിസ് തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് ബഹുമാനപ്പെട്ടവർ. യെസ്, ഉറുദുവിലും അറബിയിലും പേർഷ്യൻ ഭാഷയിലും ആയിരക്കണക്കിന് കിതാബുകൾക്ക് ജന്മം നൽകിയ മഹാനാണ് അഹമ്മദ് റസാ ഖാൻ ബറൈൽവി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ബഹുമാനപ്പെട്ടവരുടെ ഓരോ കിതാബും എടുത്ത് ആ കിതാബിൻ്റെ പേരെടുത്ത് അബ്ജദ് കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ആ കിതാബ് ഏത് വർഷമാണ് രചിക്കപ്പെട്ടത് എന്ന് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അവരെഴുതിയ ഇഷ്കിൻ്റെ വരികൾ ഒരുപാടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ് മുസ്തഫ ജാനെ റഹ്മത്ത് പലാക്കോസലാം. അവരെഴുതിയ മദ്ഹുകളുടെ സമാഹാരമാണ് ഹദായിക്കെ ബഖ്ഷിഷ് എന്ന മഹത്തായ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിൽ മുഴുവനും ബഹുമാനപ്പെട്ടവർ മുത്തുനബിയെ പറ്റി എഴുതിയ മദ്ഹുകളാണ്. അതിൽ മാസ്റ്റർ പീസാണ് മുസ്തഫ ജാനെ റഹ്മത്ത് പലാക്കോസലാം എന്ന് തുടങ്ങുന്ന വരികൾ. ഒരുപാട് പേജുകളാൽ വിശദീകരണമുള്ള വരികളാണ്. അതിൻ്റെ ആഴങ്ങളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. ആ ഹദായിക്കെ ബഖ്ഷിഷിൽ മറ്റൊരു വരി കാണാം. എന്താണ്? വാ ക്യാ ജൂദോ കറം ഹേ ഷഹേബ് തഹാ തെരാ നഹി സുൻതാഹി നഹി മാങ്കിനെ വാലാ തെരാ. മക്കയുടെ രാജാവേ, അങ്ങയുടെ ധർമ്മവും ഔദാര്യവും എത്ര വലുതാണ് നബിയെ. എത്രത്തോളം എന്ന് വെച്ചാൽ നഹി സുൻതാഹി നഹി മാങ്കിനെ വാലാ തെരാ, ഇല്ല എന്ന പദം അങ്ങയുടെ മുന്നിലേക്ക് യാചിച്ചു വന്ന ഒരാളും ഇന്നേ വരെ കേട്ടിട്ടില്ല. അത്രയും കൊടുതിയുടെ വിഷയത്തിൽ രാജാവാണ് നബിയെ അങ്ങ് എന്ന് വളരെ മനോഹരമായ രീതിയിൽ മുത്തുനബിയെ പറ്റി വർണ്ണിക്കുന്നുണ്ട്. മുത്തുനബിയെ വർണ്ണിച്ച് എല്ലാ ദിവസവും മുത്തുനബിയുടെ സലാം ലൈവായിട്ട് കേൾക്കുന്നവരാണ് ബഹുമാനപ്പെട്ടവർ. എന്താ സംഭവം? ഒരിക്കൽ അത്തഹിയാത്തിൽ അസ്സലാമു അലൈക്ക അസ്സലാമു അലൈക്ക അസ്സലാമു അലൈക്ക എന്ന് ആവർത്തിച്ച് ചൊല്ലുന്നത് തൻ്റെ ശിഷ്യന്മാരായ ആളുകൾ കേൾക്കുകയാണ്. സലാം വീട്ടിയ ശേഷം തൻ്റെ ശിഷ്യന്മാർ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, അല്ലയോ മഹാനവറുകളെ, അങ്ങെന്തിനാണ് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക്ക എന്നുള്ള സലാം ആവർത്തിച്ച് ചൊല്ലിയത്? അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയാൻ, പ്രിയരെ, ഞാൻ അത്തഹിയാത്തിൽ എല്ലാ ദിവസവും അസ്സലാമു അലൈക്ക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് ചൊല്ലുന്ന സമയത്ത് മദീനയിൽ നിന്ന് ഹബീബായ തങ്ങൾ വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു യാ അഹ്മദ് എന്ന് സലാം അടക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ആ സലാം അടക്കുന്നത് കേൾക്കുന്നില്ല. കേൾക്കാത്തത് കൊണ്ടാണ് ആ സലാമിനെ ആവർത്തിക്കാൻ കാരണമെന്ന് ബഹുമാനപ്പെട്ടവർ പറയുകയാണ്. ശിഷ്യന്മാർ ചോദിക്കുന്നു, എന്തായിരുന്നു ഇന്ന് കേൾക്കാതിരിക്കാനുള്ള കാരണം? അപ്പോൾ അവർ പറയുന്നു, ഞാൻ എല്ലാ ദിവസവും 2 വരി മദ്ഹ് എഴുതാതെ ഉറങ്ങാറില്ല. പക്ഷേ ഇന്നലെ രാത്രി ഞാൻ കിതാബ് എഴുതി സമയം പോയത് അറിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഇന്നലെ മുത്തുനബിയുടെ മദ്ഹ് എഴുതാൻ എനിക്ക് സാധ്യമായില്ല. അതുകൊണ്ട് ഹബീബായ തങ്ങൾ ഇന്ന് എൻ്റെ സലാം അടക്കുന്നില്ല. എത്ര ആത്മീയമായ ബന്ധമുള്ള മഹാനാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ടവർ എഴുതിയ മാസ്റ്റർ പീസ് ഗാനമാണല്ലോ മുസ്തഫ ജാനെ റഹ്മത്ത് പലാക്കോസലാം. ആ വരികൾ ഇന്ന് ഇന്ത്യയിൽ കോടിക്കണക്കിന് ജനങ്ങൾ എല്ലാ ദിവസവും സുബ്ഹിക്ക് ശേഷം മദീനയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ചൊല്ലുന്നു, മുസ്തഫ ജാനെ റഹ്മത്ത് പലാക്കോസലാം ഷംഅ ബസ്മെ ഹിദായത്ത് പലാക്കോസലാം. ആ അഹമ്മദ് റസാ ഖാൻ ബറൈൽവി തങ്ങളുടെ ആണ്ടിൻ്റെ ദിനമാണ് സഫർ 25 ഇന്ന്. ഈ ദിനത്തിൽ ആ ഹദറത്തിലേക്ക് ഖുർആനിനാലും ദിക്റിനാലും മറ്റു സുഹൃത്തുക്കളാലും ഹദിയകൾ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതവും നമുക്ക് ധന്യമാക്കാം.